വിശ്വാസിയാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് വിശ്വാസികളാവാനും കഴിയില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. പരസ്പരം സ്നേഹിക്കുന്നവർക്കാണ് യഥാർത്ഥ മുഅ്മിനുകളാവാൻ സാധിക്കുന്നത്. യഥാർത്ഥ മുഅ്മിനുകൾക്കേ സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ. ഈ മഹബ്ബത്തിനെ, ഈ സ്നേഹത്തെ ഇല്ലാതെയാക്കുന്നതാണ് പരദൂഷണം പറയുക എന്നുള്ളത്. ഒരാൾക്ക് ആത്മാർത്ഥമായി തൻ്റെ സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ ദൂഷ്യം മറ്റുള്ളവരോട് പറയില്ല, ആരോടും പറയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തെ ഇല്ലാതെയാക്കുന്ന കാര്യമാണ് പരദൂഷണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇത്തിഹാദിനെ, അവരുടെ കെട്ടുറപ്പിനെ, അവരുടെ ഐക്യത്തെ ബാധിക്കുന്നതാണ് പരദൂഷണം പറയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ താങ്ങി നിർത്തുന്നതാണ്. പരദൂഷണം അത് തകർത്ത് കളയുന്നതാണ്. നിങ്ങൾ ഒരാളുടെ ദൂഷ്യം പറയുമ്പോൾ ആ ബന്ധത്തിലാണ് വിള്ളൽ ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള ഐക്യത്തെ അത് ഇല്ലാതെയാക്കുന്നു. പരസ്പരം പോരടിക്കുന്നവരായി, ശത്രുക്കളായി നിങ്ങൾ മാറുന്നു. ഗീബത്ത് ആ നിലക്ക് മനുഷ്യനെ, അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ സാഹോദര്യത്തെ, ഐക്യത്തെ എല്ലാം തകർത്ത് കളയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു വ്യക്തി ഏറ്റവും മഹനീയമായി കരുതുന്ന തൻ്റെ അഭിമാനത്തെ പിച്ചി ചീന്തുക, അതിലേക്ക് കടന്നു കയറുക എന്ന വമ്പിച്ച കുറ്റകൃത്യവും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫീ ഷഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് ദുൽഹജ്ജ് മാസത്തെക്കാളും യൗമു അറഫയേക്കാളും ദുൽഹജ്ജിന്റെ യൗമുൻ നഹറിനേക്കാളും മസ്ജിദുൽ ഹറമിനേക്കാളും പവിത്രമാണ്. മസ്ജിദുൽ ഹറമിന് നമ്മുടെ മനസ്സിൽ എന്തൊരു പവിത്രതയുണ്ട്! ഹജ്ജ് മാസത്തിന് എന്തുമാത്രം പവിത്രതയുണ്ട്! യൗമു അറഫക്കും യൗമുൻ നഹറിനും എന്തുമാത്രം പവിത്രതയുണ്ട്! അതിനേക്കാൾ പവിത്രമായതാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം. ആ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണ് പരദൂഷണം പറയുക എന്നുള്ളത്. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന ആ പ്രവർത്തനം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കോണുകളിലൂടെ നോക്കിയാൽ മുസ്ലിം ഉമ്മത്തിനെ എല്ലാ നിലക്കും ബാധിക്കുന്ന കുടുംബപരവും വ്യക്തിപരവും സാമൂഹികവുമായ വലിയൊരു വിപത്താണ് നാവുകൊണ്ട് നടത്തുന്ന ഗീബത്ത്, പരദൂഷണം എന്ന തിന്മയെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം തിന്മകളിൽ നിന്ന് നാവിനെ അടക്കി പിടിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് ശരിയായ നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.